അത് മകനായിട്ട് തന്നെയായിരുന്നു. ഇപ്പൊ ഈ വൈഷ്ണവ് ചെയ്യേണ്ട റോള് ശ്രീകാന്തിന് വെച്ചിരുന്നു. അപ്പൊ പുള്ളിക്ക് വേറെ ഏതോ പടത്തിന്റെ ഡേറ്റ് വന്നിട്ട് അത് പ്രശ്നമായി. പിന്നെ ആ പടം മാറിപ്പോയി. എന്നിട്ട് ലൊക്കേഷനിൽ വന്ന് പറഞ്ഞു വേണേ ഞാൻ അത് തന്നെ ചെയ്തോളാന്ന് പറഞ്ഞു. പക്ഷെ ഫഹദ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അമ്മക്ക് അത് അതാണെങ്കിൽ ഒന്നുകൂടി ഒരു രസമായിരിക്കും തോന്നിയിട്ടുണ്ടോ? അന്നേരം എന്നെ വഴക്ക് പറഞ്ഞ് എന്നെ ശരിയാക്കിയാണ്. അപ്പൊ അത് അല്ല എനിക്ക് അവൻ വരുന്ന ഇഷ്ടം. പിന്നെ അവൻ ഫുൾ ടൈം ലൊക്കേഷനിലുണ്ട്. അയ്യോ അമ്മ ഉള്ളപ്പം ശ്രീകാന്ത് ഫുൾ ടൈം ലൊക്കേഷനിലുണ്ട് ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഒന്നും നടക്കാത്തോണ്ടേ അതും ഇല്ല ഇതും ഇല്ലാതെ വന്നോണ്ട് പിന്നെ ഇവൻ എന്റെ കൂടെ തന്നെ ഉണ്ട്. അവിടെ അമ്മക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ മാത്രമേ ശ്രീകാന്ത് നാട്ടിലോട്ട് പോകാറുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെയൊക്കെ വിശ്വാസമായി പുള്ളിക്ക്. പിന്നെ പുള്ളി 2 ദിവസം ഞങ്ങളുടെ അടുത്ത് നിർത്തിയിട്ട് പോയി. അമ്മയെ ആരെടുത്തും ഏൽപ്പിക്കാനുള്ള ഒരു ഭയം കൊണ്ടായിരിക്കും അല്ലേ? അത്രയും അമ്മയെ അത്ര കെയർ ചെയ്യുന്ന ഒരു മകനാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എല്ലാം അങ്ങനൊക്കെയാ. അവരുടെ ഏൽപ്പിക്കുന്നവരുടെ അവസ്ഥ പേടിച്ചിട്ട് അമ്മയെ ഏൽപ്പിക്കുന്നത് കണ്ടോ മോനെ. ഞാൻ നല്ല ശല്യം ഉണ്ടായിരുന്നു, ഒരു ശല്യം ആണോ? അപ്പൊ അമ്മക്ക് ഒരുപാട് മക്കളെ കിട്ടിയല്ലേ? ഒത്തിരി മക്കളെ കിട്ടി. അതിലുള്ള എല്ലാം എന്റെ മക്കളാണ്. ജഗദീഷ് ചേട്ടനൊക്കെ മൂത്തയല്ലേ അമ്മയെ കാണും? 64 വയസ്സല്ലേ നമുക്കുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് പബ്ലിക് ആക്കേണ്ട വല്ല കാര്യമുണ്ട്. അല്ല ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഇത്രയും അതൊക്കെയാണ് തമാശ. ഉണ്ടായോ? അതെ ഇവിടെ പുള്ളി ഇല്ലാത്തപ്പോ നമ്മള് പറയുന്നു. അല്ല പുള്ളി ഉള്ളപ്പോഴല്ല പുള്ളി പറഞ്ഞു എന്റേത് പറയണ്ട. നിങ്ങളെ പറഞ്ഞ എന്റെ പറയണ്ട, എന്റേത് പറയണ്ട, അത് പറയണ്ട.